ലോകത്തിലെ ഏറ്റവും അധികം സെയിൽസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് ടൊയോട്ട. ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്രകാരം ഒരു ടൊയോട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരാളുടെ അനുഭവമാണ്. അപ്പോൾ ഈ ടൊയോട്ട കമ്പനിക്കുള്ള പ്രത്യേകത, എത്ര ഓടിച്ചാലും അത് കേടുവരില്ല. 72 വയസ്സുള്ള ഒരു ന്യൂസിലൻഡുകാരൻ്റെ ടൊയോട്ടയാണ് നമ്മളീ കാണുന്നത്. അത് ടൊയോട്ട കൊറോളയാണ്. അത് 2 ലക്ഷം കിലോമീറ്റർ ഓൾറെഡി ഓടിക്കഴിഞ്ഞു. 1993 അയാളത് വാങ്ങിച്ചത്. അതിൻ്റെ ഒറിജിനൽ എൻജിൻ ട്രാൻസ്മിഷൻ അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരുപാട് കിലോമീറ്റർ ആ വണ്ടിയും കൊണ്ട് പോകാറുണ്ട്. ആഴ്ചയിൽ 5000 കിലോമീറ്ററാണ് പോകുന്നതെന്നാണ് പറയുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അദ്ദേഹം അത് സർവീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ദീർഘനാളുകൾ അദ്ദേഹം സർവീസ് ചെയ്തിട്ടും ആ വാഹനം ഇന്നും ഒരു കേടും കൂടാതെ അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ടൊയോട്ട കാറുകളെക്കുറിച്ച് പറയുന്നത് അതിന് ഡ്യൂറബിലിറ്റി വളരെ കൂടുതലാണ്. എത്ര 1000 കിലോമീറ്റർ ഓടിച്ചാലും അത് കേടുവരില്ല. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു സാക്ഷ്യപത്രം ഇരിക്കുന്നുണ്ട്. ടൊയോട്ട കോളിസ്, ടൊയോട്ട കൊറോള, ടൊയോട്ട ഇന്നോവ തുടങ്ങിയ വാഹനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ റോട്ടിൽ അതിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വാഹനങ്ങളാണ്. ഒരുപാട് പേര് ഇതുപോലുള്ള ടൊയോട്ടയുടെ വാഹനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ള വാഹനങ്ങളെ പോലെ അത് കേടുവരുന്നില്ല. മാത്രമല്ല അവരുടെ കമ്പനിയും ഒരുപാട് പ്രത്യേകതയുള്ളൊരു കമ്പനിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കാറ് വാങ്ങിച്ചാൽ മതി. നമ്മൾ പറയുന്ന കാറ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സൗകര്യത്തിന് നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ സൗകര്യത്തിനല്ല കാത്തിരിക്കുന്നത്, കമ്പനിയുടെ സൗകര്യത്തിന് കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം മതി. കമ്പനി ഒരിക്കലും വിളിക്കത്തില്ല. കാരണം അവർക്കറിയാം ടൊയോട്ടയുടെ പ്രത്യേകത അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് താഴ്മയോടെ നിന്നാൽ മാത്രമേ ആ കാറ് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റുള്ള കാർ കമ്പനികളെ പോലെ ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കുന്ന പോലെ അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ കാർ എടുക്കുമോ എന്ന് ടൊയോട്ട കമ്പനി ചോദിക്കാറില്ല. കാരണം ടൊയോട്ട കമ്പനിയുടെ കാറുകൾ അത്രമാത്രം ഡിമാൻഡുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കാറുകളിൽ ഒരു കാർ കമ്പനിയാണ്. ഒന്നും മോശം പറയാനില്ല. കാരണം ഇന്ത്യൻ റോഡുകൾ എന്ന് പറയുന്നത് തന്നെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധപതിച്ച റോഡുകളിൽ ഒരു റോഡാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അത് പൊളിയും, അറ്റകുറ്റപ്പണി വന്നു കഴിഞ്ഞാൽ അത് പൊളിയും, വേറെ എന്തെങ്കിലും പ്രതിക്ഷോഭം വന്നു കഴിഞ്ഞാൽ അത് പൊളിയും. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഒരു കാറ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.